ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഹനുമാൻ കൈൻഡിനെ പറ്റിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കാം. Alright folks, buckle up. We're going deep on humankind. I'm doing my own thing. On his own terms, and I respect that. അപ്പോൾ പുള്ളീനെ പറ്റി സംസാരിക്കാനാണ് പോഡ്കാസ്റ്റ്. നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ടും അത് അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡു യു നോ അബൌട്ട് ഹിസ് ഗേൾ ഫ്രണ്ട്സ്? That's an interesting question. He actually does talk about relationships. Oh yeah, I was curious about that too. It's not about Polly. specific girlfriends, but rather his views on connections. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു AI ടൂളാണ്. ഇത് ഗൂഗിളിന്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഒരു ചൈനീസ് ടൂൾ പോലെയല്ല. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റി കൂടുതൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടായിരിക്കും. ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നോട്ട്ബുക്ക് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റിന്റെ റേഞ്ച് എന്താണ്. ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലാം ടൈപ്പ് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ടാവും. ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു യൂസർ ഇന്റർഫേസ് കിട്ടും. ട്രൈ നോട്ട്ബുക്ക് എല്ലാം ഞാൻ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഫുൾ വീഡിയോ പറയാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഞാൻ ആദ്യം മുതൽ ബിഗിനർ ലെവലിൽ നിന്ന് ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫുൾ യൂസർ ഇന്റർഫേസ്. അപ്പോൾ ഇവിടെ സോഴ്സസ് ഉണ്ട്, ചാറ്റ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് പോഡ്കാസ്റ്റ് ആണ് ഉണ്ടാക്കണേ. പോഡ്കാസ്റ്റ് ക്രിയേഷൻ ഫോർ ബിഗിനർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഴ്സ് കൊടുക്കുകയാണ്. ആഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ ആഡ് സോഴ്സിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ ഇന്റർഫേസ് വരും. അതിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ സ്ലൈഡ്സോ നോട്ട്ബുക്കോ. നമ്മുടെ ഇവിടെ ഹനുമാൻ കൈൻഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, പിന്നെ നമുക്ക് നേരെ ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്കാണ് കൊടുക്കണേ. അപ്പോൾ 4-5 പോഡ്കാസ്റ്റുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ആകെ 4-5 കണ്ടുള്ളൂ. അപ്പോൾ ആ 4-5 നമുക്ക് ലിങ്ക് ചെയ്യാം. എന്നിട്ട് അത് ബേസ്ഡ് നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. അപ്പോൾ പുള്ളീനെ പറ്റിയിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ആഡ് സോഴ്സിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ പുള്ളി ഇത് റീഡ് ചെയ്യേണ്ടതാണ് ഈ ചാറ്റിൽ വരുന്നത്. പിന്നെ വീണ്ടും ആഡ് സോഴ്സ് ഞാൻ നെക്കാണ്. അപ്പോൾ വീണ്ടും ഇത് വരും. വീണ്ടും ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ അത് നെക്കുമ്പോൾ നമുക്ക് 50 സോഴ്സ് വരെ കൊടുക്കാം. ഞാൻ 50 സോഴ്സ് വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഓരോ വട്ടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പുതിയത് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പിൾ മ്യൂസിക്കിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ശരൺ നായറിൻ്റെ കൂടെയുള്ള ഒരു പോഡ്കാസ്റ്റ് കണ്ടു. മലയാളീസ് ആണ് അവർ. സ്റ്റിൽ അവർ ഇംഗ്ലീഷിലാണ് ഇത് പറയുന്നത്. പുള്ളി ബാംഗ്ലൂർ ബേസ്ഡ് ആയ കാരണം പുള്ളി കൂടുതലും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിലാണ് പോയിക്കണെന്ന് തോന്നുന്നു. ഇനി എൻ്റെ കയ്യിൽ പോഡ്കാസ്റ്റ് കിട്ടാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വിക്കിപീഡിയയുടെ ലിങ്ക്. അപ്പോൾ വിക്കിപീഡിയയുടെ ലിങ്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കണ ഏത് സോഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് URL ആണ് ഞാൻ കൊടുക്കണേ. അതിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ 4 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 4 ലിങ്കുകളുള്ള ഔട്ട്പുട്ട് നോക്കാം. ഇനി ചാറ്റിലേക്ക് പോകാം. അപ്പോൾ ചാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചാറ്റ് GPT പോലെ തന്നെ ഇവിടെ തന്നെ ആഡ് നോട്ട് കൊടുക്കാം. ഓഡിയോ ഓവർവ്യൂ പല ഓപ്ഷൻസ് ഉണ്ട്. യൂസ് ദിസ് ഇൻഫോ ഫോർ ഇൻഫോർമേഷൻ ഫോർ റൈറ്റിംഗ്. പുള്ളീനെ പറ്റിയൊരു മാസ്റ്റർ തീസിസ് എഴുതിയാലോ. അപ്പോൾ ഇത് വെബായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നിങ്ങൾക്ക് സോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈറ്റേഷൻസ് ഉണ്ട്. സൈറ്റേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചുമ്മാ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുള്ള കാരണം നമുക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് മൊത്തം കാര്യങ്ങൾ നടക്കണത്. അപ്പോൾ 2 ഹോസ്റ്റ് തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് പോലെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ കസ്റ്റമൈസ് എന്ന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ മേ ബി മലയാളി ഓഡിയൻസ്. മലയാളിയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. മലയാളി ഓഡിയൻസ്. പിന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബിനൊക്കെ തെറ്റുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഗ്രാമർലിയുടെ പ്ലഗിനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ജനറേറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ പോഡ്കാസ്റ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യണവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബട്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചർ നമ്മുടെ ചെവിയിലോ ഒന്ന് പറയണം, അല്ലെങ്കിൽ 2 പേരുടെ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ FAQ രീതിയിൽ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് രീതിയിലാക്കാം ഒരു സംഭവം. എന്നിട്ട് നമ്മുടെ നോളജ് ചെക്ക് ചെയ്യുക. പിന്നെ കുറേ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിവേസ്, അപ്പം നമുക്ക് നോട്ട്ബുക്ക് എല്ലാം എൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് പോകാം. ആദ്യത്തെ പേജിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ബെഡാ ടീംസൊക്കെയാണ്. ഇത് ആൻഡ്രൂ ഈ പുള്ളിയൊക്കെയാണ് OpenAIയുടെയൊക്കെയും ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഭയങ്കര കിടിലനാണ് പഠിക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ട്രൈ നോക്കാം. പിന്നെ കുറേ കൂടി റിവ്യൂസ് ഉണ്ട്. പിന്നെ കുറേ കൂടി ഉണ്ട്. പക്ഷേ നമുക്ക് ഇനി ഇത്തിരി കൂടി ഫീച്ചേഴ്സ് പറയാം. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യാൻ പറ്റി. പവർ സ്റ്റഡി, അതാണ് നമ്മുടെ ലെക്ചേഴ്സ്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് തരും. പിന്നെ ഓർഗനൈസ് യുവർ തിങ്കിങ്, മൈൻഡ് മാപ്പ് ഒക്കെ ചെയ്യാമെന്ന് പറയില്ലേ. മൈൻഡ് മാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ഓഡിയോ ഓവർവ്യൂ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ടഫായിട്ടുള്ളൊരു കോൺസെപ്റ്റൊക്കെ അവർ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 പേര് തമ്മിൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കണ പോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ ടോപ്പിക്കിനെ പറ്റി നല്ല രസമാണ്. നമുക്ക് കേട്ടിരിക്കാം. നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ കേട്ടിരിക്കാം. പിന്നെ നമ്മുടെ ട്രെൻഡ്സ് ഇത് ഓൾറെഡി ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത കാരണം നല്ല ഇൻസൈറ്റ് അവർ തന്നെ തരും.
പിന്നെ പ്രൈവസീനെ പറ്റിയിട്ട് കുറച്ചുണ്ട്. എന്നാൽ ഗൂഗിളിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം അവർ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാവും. ഒരു ചൈനീസ് ആപ്പ് ഞാൻ കുറ്റം പറയേണ്ടല്ല, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ആകുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഓഡിയോ ഓവർവ്യൂ, ആ ഓപ്ഷനാണ് നമ്മളിപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നത്തെ ഉള്ളത് സൈറ്റേഷൻ്റെ കാര്യമാണ് അവർ പറയണത്. ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റേഷൻ്റെ കാര്യമായിരിക്കും പറയണത്. ഫോർ ദിസ് വർക്ക് ഓക്കെ, സൈറ്റേഷൻ മാസ്റ്റർ തീസിസ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് സൈറ്റേഷൻ വേണം. ആയിട്ടുള്ള ഇൻസൈറ്റ് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ. കുറച്ച് ഓപ്ഷൻസിനെ പറ്റി പറയണത്, ഇത് ഏതൊക്കെ സോഴ്സസ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണത്, ഏതെല്ലാമാണ് യൂസ് ചെയ്യണത്, ജെമിനി 2.0, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. യുവർ പേഴ്സണലൈസ്ഡ് AI റിസർച്ച് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾ പോലെയല്ല ഇവരിറക്കിയാണ്. ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓഡിയോ ഓവർവ്യൂ വന്നേക്കാണ്, അതിൻ്റെ റിസൾട്ട് വന്നേക്കാണ്. ഓഡിയോ ഓവർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഇതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡൊക്കെ മാറ്റാം. ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമുക്ക് AI അവതാറുകളുണ്ട്. ഞാൻ ചുമ്മാ കാട്ടിത്തരാം അതിനെ പറ്റി. അപ്പോൾ അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു AI പോഡ്കാസ്റ്റ് ഉണ്ടാക്കും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. കുറേ പേര് ഇതിന് കാശ് ഉണ്ടാക്കുന്നുണ്ട്. Born in Kerala, India, but his family, Okay. they worked in oil, so they moved around a lot. Oh, wow. Constantly on the move. Like we're talking Nigeria, Wow. Saudi Arabia, Dubai. ഇത് കറക്റ്റായിട്ടാണ് അവർ പറയണത്. ഇത് പക്കയാണ്. എപ്പോഴും ഞാൻ മുമ്പും വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും ഈ പോഡ്കാസ്റ്റിൽ ചേരാൻ പോവാണ്. ഹനുമാൻ കൈൻഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിക്കണേ. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഇൻട്രാക്റ്റീവ് മോഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജോയിൻ ആവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം എന്ത് ചോദ്യം ചോദിക്കും. That's his real name, Suraj Cherakat. Right. And his background, Yeah. that creative spirit in Oh, yeah. the corporate world Couldn't contain him. couldn't contain it. It was a huge leap of faith to leave all that behind. It really was. Oh, hey, our listener wants to join in. What's up? Welcome to the deep dive. Oh, wait. So what was... Hey, I want to know more about his work experience in Goldman Sachs. Do you know about it? Yeah, that's a great question. And it's actually a story. So, yeah, Hanuman Kind, or Suraj, he did the whole corporate thing, Right. He got his degree and went to working. which is kind of wild. He was in Bangalore, India for about a year and a half. Yeah, it wasn't like a summer internship. It was a full-time gig. And it's fascinating because he was clearly on a totally different path at the time. He was, but you know, Any idea related to that? That's an interesting question. He actually does talk about relationships. oh yeah, I was curious about that too. Poli. Friends, but rather his views on connections. Okay, here's where it gets really interesting. What's fascinating here is he talks about personal encounters. Yeah, like he wants people to... Exactly. Not just the persona of Hanuman Kind. So he wants genuine connections, not just fame. If we connect this to the bigger picture, or he also mentions that fans become fans. Oh yeah, He has good and bad encounters like everyone. just part of being human, right? It's right. He doesn't shy away from that. I guess we could see it's complex. It's a really nuanced perspective, yeah. Okay, so he doesn't really talk about specific people. But we get a sense of his attitude towards relationships. It's another side of humankind. To the rest of his journey. Yeah, it's like his self-discovery is still in progress. And That's a really valuable insight. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പ്ലേ ചെയ്യാം വീഡിയോയുടെ അവസാനം കുറച്ചും കൂടി പോഡ്കാസ്റ്റിൽ ഇൻഡെപ്തായിട്ട്. അപ്പോൾ ഇനി എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഈ ഓഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം, എത്ര നേരം വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടല്ലോ കസ്റ്റമൈസിൻ്റെ അവിടെ 50 മിനിറ്റ്സ് എത്ര വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ വീണ്ടും കുറേ സോഴ്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആൻസർ കുറച്ചും കൂടി കിട്ടും. ഇപ്പോൾ ഇവർ പുള്ളി ഇന്ത്യയോടൊക്കെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ ലിങ്ക്ഡിൻ പോയിട്ട് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് കറക്റ്റായിട്ടാണ് പറയണത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് ഇതിൻ്റെ വോയിസും ഇപ്പോൾ 2 പോഡ്കാസ്റ്റ് നടത്തുന്ന 2 പേരുടെ വോയിസ് ക്യാപ്കട്ടിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർക്ക് AI അവതാർസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ കുറേ പേര് ഇതിൽ യൂട്യൂബിൽ ഇത് ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ കുറേ AI അവതാർസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ഓരോ ഇതിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇവരുടെ മൗത്തിൻ്റെ മൂവ്മെൻറ്റ് അത് കറക്റ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ ഒരാളിനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് നമുക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടും, അങ്ങനത്തെ ഒരു അവതാറിനെ കിട്ടും. പിന്നെ ക്യാൻവയുടെ AI അവതാർ വന്നിട്ടുണ്ട്. അപ്പോൾ AI അവതാറിൻ്റെ ക്രിയേഷനൊക്കെ നോക്കിക്കോ. ക്യാൻവ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ട് പഠിക്കണം. ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആണ്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിനെ പറ്റി പറയണം. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ വിക്കിപീഡിയയുടെ പേജ് കൊടുക്കാം. പിന്നെ അവിടെ പോയിട്ട് മെഷീൻ ലേണിങ്ങിൻ്റെ വിക്കിപീഡിയയുടെ പേജ് കൊടുക്കാം. വെബ്സൈറ്റിൽ പോയിരുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, URL കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ മെഷീൻ ലേണിങ്ങിനെ പറ്റി ലോഡ് ചെയ്യുന്നു, അപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ കൂടുതലൊന്നും ചാറ്റ് ചെയ്യുന്നില്ല, ടൈമാണ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ യൂസ്. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് വലിയൊരു യൂസാണ്, കുറേ പേര് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക്കായിട്ടുള്ള അടിപൊളി യൂസ്
ജനറേറ്റിംഗ് കോൺവെർസേഷൻ ആണ്. മെഷീൻ ലേണിങ്ങിനെ പറ്റി നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ലിങ്ക് ചെയ്യാം. യെസ്, അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ പോഡ്കാസ്റ്റ് ലോഡ് ചെയ്തേക്കാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും 19 മിനിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഇവിടെ ഇൻട്രാക്റ്റീവ് മോഡ് ഉണ്ട്, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. To a deep dive into flashcards, like this is a cat, this is a dog, kind of thing. Yeah, exactly. Like you give it labeled examples and it kind of figures out how to distinguish different categories. So that's how like a spam filter works. Yeah, like for a spam filter, you give it a bunch of emails. You say, this is spam, this isn't spam. Like different teaching techniques, the models are like